ലക്ഷ്യമിടുന്നത്. ശ്രീ കുറുക്കോളി മൊയ്തീൻ. സർ, മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരിതബാധിതർ സർവസ്വവും നഷ്ടപ്പെട്ടവരാണ്. വീട് മാത്രമല്ല, ഭൂമി, കൃഷി, വാഹനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, അവിടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, അവകളെല്ലാം നഷ്ടപ്പെട്ടു. ഇതിൻ്റെയൊക്കെ യഥാർത്ഥ നഷ്ടത്തിന്റെ കണക്ക് എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്രയാണ്? ബഹുമാനപ്പെട്ട CM. സർ, ഇക്കാര്യത്തിൽ നമ്മളെല്ലാവരും ഒരേപോലെ തൽപരരായിക്കൊണ്ടുള്ള നടപടികളാണല്ലോ സ്വീകരിച്ചു വന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ കണക്കുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കണക്കുകൾ ആകെ എത്ര, ഓരോന്നും എത്ര എന്ന വിവരം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ദുരിതബാധിതരിൽ കൃഷി നഷ്ടപ്പെട്ട ആളുകൾക്ക് വല്ല നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അതിന് വല്ല പദ്ധതികളും തയ്യാറാക്കുന്നു? മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരം കാണണമെന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ അഭിപ്രായം. നമ്മളെല്ലാവർക്കും ആ കാര്യത്തിൽ ഏകാഭിപ്രായമാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ടാകും. ശ്രീ PK ബഷീർ. സർ, ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഈ ദുരിതമുണ്ടായതിനു ശേഷം സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയിലേക്ക് MSME പുനരുദ്ധാരണത്തിന് വേണ്ടി 2018-19 ഉജ്ജീവന വായ്പ പദ്ധതി പോലെ ഒരു പദ്ധതി ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് വേണ്ടി SLBC ചർച്ചയ്ക്ക് വെക്കുമെന്ന് പറഞ്ഞിരുന്നു. സർ, നാളിതുവരെ അതിനെപ്പറ്റി ഒരു തീരുമാനം കാണുന്നില്ല. അതിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു? സർ, ഒരു കാര്യം കൂടി സർ, ഈ ബെയ്ലി പാലം അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഒക്കെ അറിയാലോ. സർ, ഈ ബെയ്ലി പാലത്തിന്റെ അപ്പുറത്തേക്ക് അവിടെ മുമ്പ് താമസിച്ച ആളുകളുടെ സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ സർ റിസോർട്ടുകളുണ്ട്, അടിച്ചുണ്ട്. സർ, അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ താമസിച്ച ആളുകൾക്ക് ഇപ്പൊ പാസ് എടുക്കണം ഓരോ ദിവസം. സർ, അതിനൊരു മാറ്റം വരുത്തി സ്ഥിരമായി സർ അവിടെ സ്ഥല സൗകര്യമുള്ള ആളുകൾക്ക് ഒരു പാസ് ആദ്യം കൊടുത്തൂടെ? ഓരോ ദിവസം അങ്ങോട്ട് പോകുന്നതിന് ദിവസം പാസ് എടുക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ട്. അത് അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനൊരു പരിഹാരം കണ്ടുപിടിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച കാര്യം എന്താണെന്നുള്ളത് പരിശോധിക്കാം. ആ കാര്യത്തിൽ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്ന നടപടികൾ ഒരു ഘടകം ഉണ്ട്. ഈ സുരക്ഷയ്ക്ക് അപകടം വരുന്ന സ്ഥലത്തേക്ക് പോകുന്നൊരു പ്രശ്നം വരുമ്പോൾ അതിനകത്ത് ചില ഇടപെടലുകൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് സേഫ് സോണിലേക്ക് പോകാൻ അനുവാദം കൊടുക്കും. അപ്പോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. എന്താണെന്നുള്ളത്. SLBC UA ലത്തീഫ്. ശ്രീ UA ലത്തീഫ്. സർ, മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ധനസഹായം നൽകിയത് ഉപാധികളോടെയാണോ? എന്തൊക്കെയാണ് ഉപാധികൾ? എത്ര തുകയാണ് ലഭിച്ചത്? ഏത് രീതിയിലാണ് ഇത് വിനിയോഗിക്കുന്നത്? ഉപാധി രഹിതമായി വല്ല സംഖ്യയും ലഭിച്ചിട്ടുണ്ട്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഉപാധി 526 കോടിയാണെന്നാണ് ഓർമ്മ നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സഹായമല്ല നൽകിയത്, നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടത് സഹായമാണ്. ആ സഹായം ഇതേവരെ ഒന്നും ലഭ്യമായിട്ടില്ല. ഇത് വായ്പയായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതാണ് നാം കാണേണ്ടത്. ശ്രീ നജീബ് കാന്തപുരം. സർ, വയനാട് മഹാദുരന്തമുണ്ടായി 1 വർഷവും 1.5 മാസവും പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ ദുരന്തത്തിനോടനുബന്ധമായിട്ടുള്ള സേഫ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലം അവിടെ ജനങ്ങൾ സ്ഥിരമായി താമസിക്കുകയാണ്. സ്വാഭാവികമായും ഈ ദുരന്തത്തിൽ തകർന്നു പോയ നാടിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് സേഫ് സോണിലേക്ക് മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകൾ ഉൾപ്പെടുന്ന സേഫ് സോണിലേക്ക് ഇപ്പോഴും കണക്ട് ചെയ്യുന്ന റോഡ് നിർമ്മിച്ചിട്ടില്ല. ഒരു വർഷവും 1.5 മാസവും കഴിഞ്ഞിട്ടും ഇതുവരെയും ആ സേഫ് സോണിൽ താമസിക്കുന്ന ആളുകൾക്കുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇത്ര നിരുത്തരവാദപരമായിട്ടാണ് ഈ കാര്യം പോകുന്നത്. ഇനി എത്രയും വേഗം അവർക്ക് വൈദ്യുതി ബന്ധവും റോഡും നിർമ്മിച്ചു കൊടുക്കാൻ സർക്കാരിന് പദ്ധതിയുണ്ടോ? ബഹുമാനപ്പെട്ട CM. സർ, ഇത്രയെല്ലാം വിവരങ്ങൾ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട അംഗം അവിടെ റോഡ് പണിയുടെ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ അതെന്തോ പറയാതിരുന്നാണെന്നാണ് തോന്നുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ PWD ആരംഭിച്ചിട്ടുണ്ട്. ശ്രീ അഹമ്മദ് ദേവർകോവിൽ. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരെ സഹായിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും
സംഘടനകളും വ്യക്തികളും എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയെന്നും അവയിൽ ഏതെല്ലാം നടപ്പിലാക്കിയെന്നും വിശദമാക്കാമോ? യെസ്, ബഹുമാനപ്പെട്ട CM. സർ, എല്ലാ ഭാഗത്തു നിന്നും ഒരുപാട് സഹായങ്ങൾ, വാഗ്ദാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ നല്ല പ്രതികരണമായിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടായത്. അതാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം ലഭിക്കാതിരുന്ന ഘട്ടത്തിലും നൽകിയ ഊർജം. യഥാർത്ഥത്തിൽ എല്ലാ മേഖലയിൽ നിന്നും വലിയ പിന്തുണയും സഹായവും ലഭിച്ചിരുന്നു. അവരാകെയുള്ള ലീസ്റ്റ് ഇപ്പൊ എന്റെ കയ്യിലില്ല, എത്ര കണ്ട് അത് നടപ്പായി എന്നുള്ളതും ഇപ്പൊ പറയാൻ ആ ലീസ്റ്റ് എന്റെ കയ്യിലില്ല, അത് പിന്നീട് പറയാം. Shri T. Siddiq.